ഇന്ത്യയുടെ തെക്കൻ തീരങ്ങളിലും കിഴക്കൻ തീരത്തും വലിയ ഭീതി പരത്തി മൊന്ത ചുഴലിക്കാറ്റ് കര തൊടാനിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊന്ത ചുഴലിക്കാറ്റ് കര തൊടുന്ന പശ്ചാത്തലത്തിൽ ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട് തീരങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മൊന്ത ചുഴലിക്കാറ്റിനെ മാത്രമല്ല, ഇത്തരത്തിൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുമ്പോഴെല്ലാം അവയ്ക്ക് ഓരോരോ രസകരമായ പേരുകളും ലഭിക്കാറുണ്ട്. വ്യത്യസ്തമായ പല പേരുകളും ഇക്കാലത്തിനിടയ്ക്കുണ്ടായ ഓരോ ചുഴലിക്കാറ്റിനും ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ വന്ന ചുഴലിക്കാറ്റിന്റെ പേര് മോന്ത എന്നാണെങ്കിൽ, ഇതിനു മുൻപ് മറ്റു പല ചുഴലിക്കാറ്റുകൾക്കും വ്യത്യസ്തമായ പല പേരുകളും ലഭിച്ചിട്ടുണ്ട്. ഈ ഒക്ടോബറിൽ തന്നെ ആദ്യവാരം വന്ന ചുഴലിക്കാറ്റിന്റെ പേര് ശക്തി എന്നായിരുന്നു. അതിനു മുൻപ് കഴിഞ്ഞ വർഷം ഫെങ്കലും, അസ്നയും, ധനയുമെല്ലാം ഇന്ത്യൻ തീരങ്ങളിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റുകളാണ്. രസകരവും വ്യത്യസ്തവുമായ പേരുകളാണ് ഓരോ ചുഴലിക്കാറ്റിനും ലഭിക്കാറുള്ളത്. ആരാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് എന്നും, എന്താണ് ആ പേരുകൾ നൽകാനുണ്ടായ കാരണമെന്നും, എന്താണ് ഇവയുടെ മാനദണ്ഡം എന്നും അറിയാമോ? ഇതിനെല്ലാം നിയതമായ ഒരു കാരണങ്ങളും ഒരിക്കലും ലംഘിക്കപ്പെടാൻ പാടില്ലാത്ത ചില മാനദണ്ഡങ്ങളുമുണ്ട്. ചുഴലിക്കാറ്റുകളെ സംബന്ധിച്ച വിവരങ്ങൾ ക്രോഡീകരിക്കാൻ പലപ്പോഴും കൃത്യമായി അവയ്ക്ക് ഒരു പേരുണ്ടെങ്കിലേ സാധിക്കൂ എന്നതുകൊണ്ടാണ് ചുഴലിക്കാറ്റുകൾക്ക് വ്യത്യസ്തമായ പേരുകൾ നൽകുന്നത്. കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായാണ് ചുഴലിക്കാറ്റുകൾക്ക് ഇത്തരത്തിൽ പേരുകൾ നൽകി വരുന്നത്. 2000-ൽ ആദ്യമായി ഏഷ്യ പസഫിക് മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകാനായി രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയോളജിക്കൽ സെന്റർ അഥവാ RSMC ആണ് വടക്കേ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകാറുള്ളത്. ലോക കാലാവസ്ഥാ സംഘടനയായ WMOയുടെയും ഐക്യരാഷ്ട്രസഭയുടെ ഏഷ്യ പസഫിക് സാമ്പത്തിക സാമൂഹ്യ കമ്മീഷനായ ESCAPന്റെയും മേൽനോട്ടത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത്. ഇക്കുറി ഇന്ത്യൻ തീരം തൊട്ട മോന്ത ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് തായ്ലൻഡാണ്. ആ പേരിന്റെ അർത്ഥത്തിനും ഒരു പ്രത്യേകതയുണ്ട്. മോന്ത എന്ന വാക്കിന് അർത്ഥം സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ് അർത്ഥം. പേര് കേൾക്കാൻ ഒരു രസമൊക്കെയുണ്ട്, പക്ഷേ പ്രവർത്തന ഫലം അത്ര മനോഹരവും സുഗന്ധവും അല്ല എന്ന് സാരം. ഈ പേരുകളെല്ലാം നൽകുന്നതിനും ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ പേരിടാവൂ എന്ന് നിർബന്ധവുമുണ്ട്. പ്രധാനമായും ജാതി, മതം, വർഗം, വർണ്ണം, രാഷ്ട്രീയം തുടങ്ങിയവയുമായുള്ള വിവേചനങ്ങൾ ഒഴിവാക്കി വേണം പേരിടാനെന്ന് നിർബന്ധമാണ്. ഉച്ചരിക്കാൻ എളുപ്പമായിരിക്കണം. പേര് നിഷ്പക്ഷമായിരിക്കണം. ഏതെങ്കിലും ജനവിഭാഗങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കുന്നതായിരിക്കണം. പരമാവധി 8 അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടാകൂ. തുടങ്ങി പല മാനദണ്ഡങ്ങളും ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. 1900 ആണ്ടുകളുടെ മധ്യത്തിൽ ചുഴലിക്കാറ്റുകൾക്ക് സ്ത്രീനാമങ്ങൾ മാത്രമാണ് നൽകിയിരുന്നത്. പിന്നീട് 1900 ആണ്ടുകളുടെ അവസാനത്തിന് മുൻപ് ദക്ഷിണാർദ്ധഗോളത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പുരുഷനാമങ്ങൾ നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഇടുന്ന പേരുകൾ നിഷ്പക്ഷമാണ്. 2019 മുതൽ 2025 വരെ ഇന്ത്യയിലുണ്ടായ ചുഴലിക്കാറ്റുകൾക്ക് ലഭിച്ച പേരുകൾ കൗതുകമുണർത്തുന്നതും വ്യത്യസ്തവുമായിരുന്നു. അവ കൂടി ഒന്ന് പരിചയപ്പെടാം. പാബുക്, ഫാനി, ഹിക്ക, ക്യാർ, മഹ, ബുൾബുൾ, അംഫാൻ, ടോക്ടെ, യാസ്, ജവാദ്, അസാനി, സ്ട്രിങ്ക്, മാൻഡോസ്, ബിപാർജോയ്, റമൽ ഇതൊക്കെ കഴിഞ്ഞ 6 വർഷത്തിനിടെ വന്ന ചുഴലിക്കാറ്റുകളാണ്. ബംഗ്ലാദേശ്, ഇന്ത്യ, മാലദ്വീപ്, മ്യാൻമാർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലൻഡ്, യമൻ, ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE എന്നിവയാണ് ഏഷ്യ പസഫിക് മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്ന രാജ്യങ്ങൾ. ഓരോ രാജ്യവും 13 പേരുകൾ നിർദ്ദേശിക്കും. ഇങ്ങനെ രാജ്യങ്ങൾ സമർപ്പിച്ച 169 പേരുകളിൽ നിന്നാണ് പുതിയ ചുഴലിക്കാറ്റ് രൂപപ്പെടുമ്പോൾ അതിന് പേര് തിരഞ്ഞെടുക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് പട്ടികയിൽ രാജ്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ നിർദ്ദേശിച്ച പേര് നൽകും. ഇപ്പോൾ വന്ന ചുഴലിക്കാറ്റിന് തായ്ലൻഡ് പേര് നൽകിക്കഴിഞ്ഞതോടെ അടുത്ത ഊഴം UAEക്കാണ്. പട്ടിക പ്രകാരം അടുത്ത ചുഴലിക്കാറ്റിന് സെൻ യാർ എന്നായിരിക്കും പേര്. അതിനുശേഷം യമൻ സംഭാവന ചെയ്ത ദിത്വ, ബംഗ്ലാദേശ് സംഭാവന ചെയ്ത അർണാബ്, ഇന്ത്യ നിർദ്ദേശിച്ച മുറാസു എന്നിവയായിരിക്കും ചുഴലിക്കാറ്റുകൾക്ക് ഇനിയിടുന്ന പേരുകൾ. കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് മോന്ത ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. ഇന്നും നാളെയുമായി സർവീസ് നടത്തേണ്ട നിരവധി പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകളാണ് ഇന്ത്യൻ റെയിൽവേയുടെ സൗത്ത് സെൻട്രൽ സോണുകൾ റദ്ദാക്കിയിട്ടുള്ളത്. തീരദേശ ആന്ധ്ര റൂട്ടുകളിലെ 72 ട്രെയിൻ സർവീസുകളാണ് റദ്ദാക്കിയത്. വിജയവാഡ, രാജാമുണ്ട്രി, കാക്കിനഡ, വിശാഖപട്ടണം, ഭീമാവരം തുടങ്ങിയ പ്രധാന റൂട്ടുകളെ ട്രെയിൻ റദ്ദാക്കൽ സാരമായി തന്നെ ബാധിക്കും.
പ്രതികൂല കാലാവസ്ഥ കാരണം ഒക്ടോബർ 28 എല്ലാ ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകളും റദ്ദാക്കിയതായി വിശാഖപട്ടണം എയർപോർട്ട് അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാർ ടിക്കറ്റ് നില പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ മൊന്ത ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിന്റെ തീരങ്ങളിലേക്ക് അടുക്കുകയാണ്. ഇന്ന് വൈകുന്നേരമോ രാത്രിയിലോ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഈ സമയത്ത് മണിക്കൂറിൽ 90 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും ചില സമയങ്ങളിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റുണ്ടാകാനും സാധ്യതയുണ്ട്. തീരപ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. സംസ്ഥാനത്തെ 16 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒഡീഷ, ഛത്തീസ്ഗഡ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലായി അടുത്ത 2 ദിവസങ്ങളിൽ സർവീസ് നടത്തേണ്ടിയിരുന്ന 100-ലേറെ ട്രെയിനുകൾ റദ്ദാക്കിയതായാണ് വിവരം. തീരപ്രദേശങ്ങളിൽ ഉള്ളവരോട് മാറി താമസിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീച്ചുകളും ടൂറിസ്റ്റ് പ്രദേശങ്ങളും അടച്ചു. ഇന്ന് രാവിലെ ആന്ധ്രാപ്രദേശിലും ഒഡീഷ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും മഴ ശക്തമായിരുന്നു. ഒഡീഷയിൽ 8 ജില്ലകളിൽ റെഡ് അലർട്ടാണ്.